അവൻ ഒന്നാമതൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഒരു അറ്റാക്കും കഴിഞ്ഞ് ആൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞതാണ്, മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവനെ ഇങ്ങനെ തെളിവെടുപ്പിനെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുകയൊക്കെ ചെയ്താൽ എന്തെങ്കിലും ചെറിയ ടെൻഷൻ വന്നാൽ തന്നെ മതി, നമുക്കാ നഷ്ടം. ഇവർക്ക് ആർക്കും ഒരു നഷ്ടവും വരത്തില്ല. മരുന്നൊക്കെ കഴിക്കേണ്ടതാണ്. ഈ പോലീസുകാരിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ അവന് മരുന്ന് കഴിക്കാനും പറ്റത്തില്ല. അത് ടെൻഷനല്ലേ. പിന്നെ എന്തൊക്കെയാണ് ഇവർ പറയണമെന്ന് ഒന്നും നമുക്കറിയാൻ പാടില്ല. ഇല്ല, പുള്ളി ഇവിടെ ഇല്ല. ഞാൻ അജുവിൻ്റെ വക്കീലാണ്. അപ്പം SP ഇല്ലായിരുന്നു, DSP കണ്ടായിരുന്നു, സംസാരിച്ചു. അപ്പം തിരുവല്ലയിലോട്ട് കൊണ്ടുവരുന്നോണ്ടിരിക്കുക. എറണാകുളത്ത് തെളിവെടുപ്പിനെങ്ങാണ്ട് കൊണ്ടുപോയി. അപ്പം തിരുവല്ലയ്ക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. സ്റ്റേഷൻ ജാമ്യം തന്ന് വിടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോൺ ബെയിലബിൾ ഒഫൻസുകളാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം വൈകിട്ട് വിട്ടേക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പുള്ളിയെ ആദ്യമായിട്ടല്ല ഇത്തരം പ്രശ്നപ്പെടുന്നത്. ആൾക്കാരെ മറ്റേ ഈ സോഷ്യൽ മീഡിയ കൂടെ അസഭ്യം പറയുക, അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. ഇതിനു മുമ്പും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ പേടി തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാനിതെല്ലാം കാണുന്നതാണ്. ഇവൻ അസഭ്യമല്ലല്ലോ പറയാം. അവൻ പറയുന്ന അസഭ്യത്തേക്കാൾ ഭീകരമായത് അതിൻ്റെ കമൻസ്. അത് അവർക്കല്ലേ ശിക്ഷ കൊടുക്കുന്നത്. ഇവനാകെ അസഭ്യം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കേ ഉപയോഗിക്കാറുള്ളത്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ പറയണില്ല. ഞാൻ പറഞ്ഞ ഈ വീഡിയോയിലും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്, മുന്നേ പുറമോട്ടുള്ള വീഡിയോയിലുണ്ട്. ഇതൊന്നും പറഞ്ഞിട്ടുണ്ടോ? അത് നമ്മളോ അങ്ങനെ പറഞ്ഞാലും ദേഷ്യം വന്നാൽ നമ്മളാണെങ്കിലും പറഞ്ഞു പോകും. അവൻ പറയും, എന്നാലും ഭീകരമായിട്ടുള്ളതൊന്നും പറയാറില്ല. പിന്നെ അത് തന്നെയല്ല, ആ വീഡിയോ ഞാനും കണ്ടായിരുന്നു. അവിടെ ചെയ്യുന്ന ഇവൻ്റെ വീഡിയോ അല്ല, അവിടെ നടക്കുന്ന സംഭവം ഞാൻ കണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടില്ല. അത് കാരണം ഇത്രയും പേര് ആ ഭൂമിയുടെ അടിയിൽ കിടന്ന് മരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഇവർ കാണിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഈ മനുഷ്യൻ ആ മേജർ രവിയിൽ നിന്ന് സെൽഫി എടുക്കുന്നു. കല്യാണമാണോ ഇതൊക്കെ എടുക്കാൻ? അതൊക്കെ കാണുമ്പോൾ സത്യമായിട്ട് ഞാൻ ആലോചിച്ചത് എന്താ ഈ കാണിക്കണേ, എനിക്കൊരു ബോധം ഇല്ലെന്നൊക്കെ ഓർത്ത്. പിന്നെ ഇവൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പേടിയാവുകയും ചെയ്തു. എന്തിനാ ഈ പല വിഷയങ്ങളിലും ഭയങ്കര കടുത്ത രീതിയിൽ സംസാരിക്കുകയും വളരെ നല്ലതല്ല എന്ന രീതിയിൽ ആൾക്കാരെ ഭാഷ പ്രയോഗിക്കുകയും വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളി പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തന്നെ വെച്ചാൽ മകനൊപ്പം തന്നെയാണോ നിൽക്കുന്നത്? അവൻ പറയുന്നതെല്ലാം ശരിയാണ്, പക്ഷെ അസഭ്യമൊന്നും എനിക്കിഷ്ടമല്ല. അത് ഞാൻ പല പ്രാവശ്യം അങ്ങനെ പറയണ്ട. മര്യാദക്കുള്ള ഭാഷ പറഞ്ഞാൽ തന്നെ മനസ്സിലാവൂലേ? ദേഷ്യം വരുമ്പോൾ അങ്ങ് പറഞ്ഞു പോകും. പുള്ളി വളരെ അപഹസിക്കുന്ന രീതിയിലും വെച്ചാൽ മാന്യമായൊരു വിമർശനമല്ല നടത്തുന്നതെന്ന് മൊത്തത്തിലുള്ള വിമർശനമോ അത് ശരിയാണോ? അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ നിലവിലും മകനെ കാണാനില്ലെന്ന് പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതെ, പക്ഷെ പുള്ളിയെ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് വാർത്തകളെല്ലാം വരുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ വരുന്നവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. മരുന്ന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി. മരുന്ന് കൊടുക്കുന്നില്ല. അവന് ഇഷ്യൂസ് ഉണ്ടാകാൻ വഴിയുണ്ട്. കാരണം ഇപ്പം അവൻ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജാണ് അവൻ്റെ. കാരണം ഷുഗറും കൊളസ്ട്രോളും ഹൈ ലെവലിലാണ്. വേണമെങ്കിൽ അവർക്ക് ചെക്ക് ചെയ്യാം. ഷുഗറൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ കൂടുതലാണ്. അത് ഈ ടെൻഷനും സ്ട്രെസ്സും ഉറക്കമില്ലായ്മയൊക്കെ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതറിയത്തില്ല എനിക്ക്. അതൊന്നും എനിക്കറിയത്തില്ല. അവന് പറഞ്ഞാലും സ്ട്രെസ് ഇല്ലെന്നൊക്കെ പറയത്തുള്ളൂ. ഇപ്പം പുള്ളിക്കെതിരെ വലിയ വിമർശനവും ആൾക്കാരെ പുള്ളി പറയുന്ന പോലെ അതിനേക്കാൾ ഇരട്ടിയിലായിട്ട് അസഭ്യമൊക്കെ ആയിട്ടാണ് ആൾക്കാർ നേരിടുന്നത്. അത് കാണുമ്പോൾ ഒരു പേടി വരുന്നുണ്ടോ? പേടി ഉണ്ടാവില്ല. പേടിയാണെങ്കിൽ പിന്നെ ചെയ്യത്തില്ലല്ലോ. അല്ല, അമ്മയ്ക്ക് പേടിയുണ്ടോ? എന്തെന്നാ പറയുക, പേടിച്ചിട്ടും കാര്യമില്ല. CA നിലവിലെ സാഹചര്യത്തിൽ വിളിച്ചിട്ട് ഇപ്പോഴും ഫോൺ എടുക്കുന്നില്ല. തിരുവല്ല CA അതെൻ്റെ അഡ്വക്കേറ്റാണ് വിളിച്ചുകൊണ്ടിരിക്കണം. എടുക്കുന്നില്ല. ഇപ്പം എടുത്തൊന്നും എനിക്കിപ്പോൾ ഞാൻ കുറച്ച് നേരമായിട്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല ഇവിടെ വന്നിട്ട്. അതിന് മുമ്പുള്ളത് ആരും എടുക്കുന്നില്ലായിരുന്നു. SP പരാതി നൽകും. കൊടുത്തു.